ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചാലഞ്ചസ് ഓഫ് എ മദർ ടുഡേ ഇൻ റേസിംഗ് ചിൽഡ്രൻ. മദർഹുഡ് അത് ദൈവം നൽകിയിട്ടുള്ള ഒരു വലിയ ഒരു പ്രിവിലേജാണ്. മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലം. അതൊരു അവകാശമാണ്, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ കയ്യിലൊക്കെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ വളരെ പൊട്ടൻഷ്യലുള്ള, വളരെ കഴിവുള്ള കുഞ്ഞുങ്ങളാണ്. അവരുടെ പൊട്ടൻഷ്യലൊക്കെ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയാൽ ഈ ലോകത്തിൻ്റെ ഹിസ്റ്ററിയെ മാറ്റിമറിക്കുന്ന ചില ഡേവിഡ് ലിവിങ്സ്റ്റൺമാരും വില്യം കേരിമാരും ഒക്കെ ഈ ജനറേഷനിൽ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ട് ഇടയാകും. പക്ഷെ അത് നമ്മുടെ കയ്യിലാണ് കർത്താവ് തന്നിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കുള്ളിൽ ഭയങ്കര ഒരു ഭയം തോന്നും, എന്നെക്കൊണ്ടത് സാധിക്കുമോ, എനിക്കൊരു നല്ല അമ്മയാകാനായിട്ട് കഴിയുമോ? ആ രീതിയിൽ ഒരു ഭയം തോന്നാത്തവരാരും ഇവിടെ ഇല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത്, ജോയലുണ്ടായ സമയത്ത്, വീട്ടിൽ വന്ന ഉടനെ ഞാൻ ഇവനെ കയ്യിൽ പിടിച്ചിട്ട് അമ്മയുടെ മുത്തേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കാനായിട്ട് ആദ്യമായിട്ട് വാ തുറന്നതാണ്. ആദ്യത്തെ വാക്ക് എൻ്റെ വായിൽ അമ്മ അതിനുശേഷം പറഞ്ഞത് ചേച്ചിയുടെ മുത്തേന്നാണ്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, കയ്യിലൊരു കുഞ്ഞുണ്ടെങ്കിലും അമ്മയാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും ഒരു അമ്മയായിട്ടില്ല, ഞാൻ അമ്മയായി റെഡി ആയിട്ടില്ല. പെട്ടെന്ന് മനസ്സിലൊരു ആരും കേട്ടില്ലെന്നുള്ളൊരു സമാധാനം, ഒരു ഭയമൊക്കെ തോന്നി, ആരും കണ്ടില്ല, അത്ര ഒരു നാണക്കേടൊക്കെ തോന്നി. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ എനിക്ക് നന്നായിട്ട് ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ, ഞാനൊരു നല്ല അമ്മയായിരിക്കുമോ എന്നുള്ള ഒരു ചെറിയൊരു ഭയം എൻ്റെ ഉള്ളിൽ തോന്നി. പലപ്പോഴും ഇപ്പം പല ഏജിലിരിക്കുന്നവർ ഇവിടെ ഇരിക്കുന്ന അമ്മമാരല്ല. നിങ്ങളിൽ ചിലർക്ക് വളരെ പ്രായമായ കുഞ്ഞുങ്ങളുള്ളവരുണ്ടായിരിക്കാം. ചാരിതാർത്ഥ്യത്തോടെ ദൈവം നൽകിയ നല്ല കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നവരുണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ കാണും, യങ് ആയിട്ടുള്ള മദേഴ്സ് ഇവിടെ കാണും. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഗിൽറ്റ്, എൻ്റെ കുഞ്ഞിനെ ഇച്ചിരിയും കൂടെ എനിക്ക് ഇന്ന രീതിയിലൊന്ന് വളർത്താൻ പറ്റിയിരുന്നെങ്കിൽ, ഇന്ന കാര്യമൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അവളെ ഇങ്ങനെ ഈ രീതിയിലൊന്ന് വാണ് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ അവളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്നുള്ളൊരു ദുഃഖം ഇല്ലാത്തവരാരും ഇവിടെ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാം നമ്മളുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വെറും കെയർ ടേക്കേഴ്സാണ്. ഒരു വലിയ തോട്ടത്തിനൊരു തോട്ടക്കാരനുണ്ട്. ആ തോട്ടം കാക്കാനായിട്ട് ആ തോട്ടക്കാരൻ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ ആണ്, ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഭാരം വഹിക്കുന്നത്. ആ തോട്ടത്തിനകത്തുള്ള വൃക്ഷങ്ങൾ നശിച്ചു പോയാൽ അതിൻ്റെ നഷ്ടം വരുന്നത് തോട്ടക്കാരനാണ്. പക്ഷേ കെയർ ടേക്കറിന് ദുഃഖം വരും, വേദന വരും. അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി തോട്ടക്കാരൻ്റെതാണ്. പലപ്പോഴും നമ്മുടെ ബേർഡൻ നമുക്ക് കർത്താവുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയാൽ, യഥാർത്ഥ ഉടമസ്ഥനുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയ ദൈവവുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയാൽ, കുറച്ചും കൂടെ ലാഘവത്തോടെ, ലൈറ്റായിട്ട്, കുറച്ചും കൂടെ പ്രസന്നതയോടെ, ടെൻഷൻ ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നമുക്കൊരു ബേർഡൻ അല്ല. നമ്മൾ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ടൈം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഹന്ന ജീവിച്ചിരുന്ന സമയം, അന്നേരം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവവചനം ദുർലഭമായിരുന്നു, ദർശനമില്ലാതിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് ഹന്ന നിലവിളിക്കുക. ഹന്നയ്ക്കൊരു കുഞ്ഞു പോലും ഇല്ല. ഹന്ന നിലവിളിക്കുമോ? ഹന്ന നിലവിളിക്കുന്നത് കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ പോലും ഒരു കാഴ്ചയില്ലാതിരുന്ന ഒരു പുരോഹിതൻ, അവളെ പരിഹസിക്കുന്ന ഒരു പുരോഹിതൻ. പക്ഷേ അവളുടെ പ്രാർത്ഥനയുടെ മുന്നിൽ ദൈവം അവൾക്ക് മറുപടിയായിട്ട് ഒരു ശമൂവേലിനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈഖാബോദിനെ കാണുന്നു, അല്ലേ? മിസ്രൈമിലെ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നൊടുക്കാനായിട്ട് ഉത്തരവിട്ട സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തി ഒരിക്കലും നടക്കരുതെന്ന് പിശാച് വെല്ലുവിളിച്ച സമയത്താണ് ഈഖാബോദ് ശിശു ദിവ്യസുന്ദരനെന്ന് കണ്ട് അവനെ ഒളിപ്പിച്ചു വെച്ചു. മറിയയുടെ കഥ നമുക്കറിയാം. മറിയ, കർത്താവ് ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ സ്വന്തം മാനം പോലും അടിയറവ് വെച്ച് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ച അവളുടെ ഉള്ളിലാണ് ദൈവജാതൻ ഉരുവായത്. അപ്പം നമ്മൾ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ചാലഞ്ചിങ് ടൈമിൽ ദൈവം എഴുന്നേൽപ്പിച്ച ചില അമ്മമാരുണ്ടായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു മുന്നോട്ട് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ തയ്യാറായ ചില അമ്മമാരുണ്ടായിരുന്നു. അവരാരും പ്രത്യേകിച്ച് കഴിവുള്ളവരോ പേരൻറ്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരോ ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവർക്കെല്ലാം ഉണ്ടായിരുന്നത് ദൈവത്തിലുണ്ടായിരുന്ന ആഴമായൊരു വിശ്വാസം, ദൈവത്തിൻ്റെ കണ്ണിൽ കൂടി തങ്ങളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ കാണാനുള്ള ഒരു കാഴ്ച. ശിശു ദിവ്യസുന്ദരനെന്ന് കണ്ട് അവനെ ഒളിപ്പിച്ചു വെച്ചെന്ന് പറയണമെങ്കിൽ മോശയിലുണ്ടായിരുന്ന സൗന്ദര്യം കാണാനുള്ള കണ്ണു തുറന്ന ഒരു അമ്മയായിരുന്നു ഈഖാബോദ്.
നല്ല കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും, നല്ല മാതാപിതാക്കൾക്ക് എപ്പോഴും നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അഴുക്ക് മാതാപിതാക്കൾക്ക്, വിക്കഡായിട്ടുള്ള മാതാപിതാക്കൾക്ക് എപ്പോഴും അഴുക്ക് കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകുന്നെന്നുള്ള ഒരു മിത്ത്, ഒരു തെറ്റായ ധാരണ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് മറ്റുള്ളവരെന്നെ ജഡ്ജ് ചെയ്യുമെന്നുള്ള ഭയത്തിനകത്ത് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം. പലപ്പോഴും പിള്ളേരെ നമ്മൾ ക്രൂരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നതിന് കാരണം എന്താണെന്നറിയാവോ? മറ്റുള്ളവർ അവൻ ചെയ്ത തെറ്റ് കണ്ടു എന്നുള്ള ടെൻഷനും വിഷമവും കൊണ്ടാണ് നമ്മൾ കൊച്ചിനെയിട്ട് തല്ലുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് ഒത്തിരി ഭയം, ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേരൻ്റ് ആയിരിക്കണം ഞാൻ എന്നുള്ള ആ സ്ട്രെസ് കാരണം പലപ്പോഴും കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ കോപിപ്പിക്കാതെ അവരെ ഡിസിപ്ലിൻ ചെയ്ത് വളർത്താൻ പോലും നമുക്ക് പറ്റാറില്ല. നമ്മൾ ആ സ്ട്രെസ്സിനകത്താണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഹാസിന്റെ മകനായിരുന്നു ഹെസക്കായ. ആഹാസ് നീചനായിട്ടൊരു ഒരു രാജാവായിരുന്നു. പക്ഷെ ഹെസക്കായ ദൈവത്തെ അറിഞ്ഞ ഒരു രാജാവായിരുന്നു. ഹെസക്കായ്ക്ക് ഒരു മകനുണ്ടായി, മനശ്ശെ നീചനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ഒരു രാജാവായിരുന്നു. മനശ്ശയുടെ മോനും അതുപോലെ തന്നെ നടന്നു. പക്ഷെ അമോന്റെ മോൻ ജോസായ വന്നപ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു രാജാവായി രാജ്യം ഭരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. സോ നമ്മൾ ഈ പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാതാപിതാക്കളുടെ മക്കൾക്ക് എപ്പോഴും നല്ല കുഞ്ഞുങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. വിക്കഡായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും അഴുക്ക് പിള്ളേരും അല്ല ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് കാണാൻ പറ്റുന്നത് ദർ ഇസ് എ ഡിവൈൻ ഹാൻഡ് ഓവർ എവറിത്തിങ്. നമുക്ക് ബില്ലി ഗ്രഹാമിന്റെ സ്റ്റോറി അറിയാം. ബില്ലി ഗ്രഹാം കർത്താവിന് വേണ്ടി വിശ്വസ്തനായിട്ട് തന്നെ ഒരു മനുഷ്യനാണ്, നന്നായി കുടുംബജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അവനെ തിരികെ കൊണ്ടുവന്നു. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ ഒരു മോൾഡിങ് ഹാൻഡ് ഉണ്ട്. ആ ഹാൻഡ് അവരെ കടത്തിവിടുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ നുറുക്കപ്പെടുന്ന ഒരു മാതാവും ഉണ്ട്. യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് കരഞ്ഞ മറിയയുടെ വേദന വേറെ ആരും അനുഭവിച്ചിട്ടില്ല. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ തകർക്കപ്പെടുമ്പോൾ, അവരെ പിശാചി പിച്ച് ചീന്താനായിട്ട് നോക്കുമ്പോൾ, അവരെ കഷ്ടതയുടെ അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം നുറുക്കപ്പെടും. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഒരിക്കലും മങ്ങിപ്പോകരുത്. അതിനകത്തുനിന്ന് അവരെ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അവരെ കാവൽക്കാരാക്കി നമ്മളെ ദൈവം നിർത്തിയിരിക്കുക. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാമോ റിസ്പായുടെ കഥ. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റിസ്പ എന്നൊരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. റിസ്പ ഒരു വിധവയായിരുന്നു. ആക്ച്വലി ശൗലിന്റെ വെപ്പാട്ടിയായിരുന്നു. 2 കുഞ്ഞുങ്ങളെ, കൊല്ലപ്പെട്ട 2 കുഞ്ഞുങ്ങളുടെ മൃതദേഹം കെട്ടിത്തൂക്കിയിട്ട് ആ മൃതദേഹത്തെ ഒരു കഴുകനും വന്ന് കൊത്തി തിന്നാതെ വേണം 5 മാസം റിസ്പ ഒരു പാറയുടെ പുറത്ത് ഒരു തുണി വിരിച്ച് കാവലിരുന്നു. ചത്ത മൃതദേഹത്തിന് ഡിഗ്നിറ്റി നഷ്ടപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിക്കാൻ അവൾ 5 മാസം വെയിൽ കൊണ്ട് അവിടെ കുത്തിയിരുന്നു. ഇതിനകത്തൊരു ആത്മീക മർമ്മമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആത്മീക മരണം സംഭവിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് നിരാശപ്പെടുന്നവരാണ് നമ്മൾ. ഇതിനൊരിക്കലും ഒരു മറുപടി ഇല്ലെന്ന് ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ റിസ്പയ്ക്ക് 5 മാസം കാവലിരിക്കാൻ കഴിഞ്ഞെങ്കിൽ കാവൽക്കാരായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാവൽക്കാരായി, നമ്മുടെ സമൂഹത്തിന്റെ കാവൽക്കാരായി നമ്മളെ ഓരോരുത്തരെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അമ്മമാർക്ക് കരയാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല അപ്പന്മാർക്ക് കരയാൻ പറ്റുമെന്ന്. അമ്മമാർക്കുള്ള ഹൃദയത്തിന്റെ വേദന ഒരിക്കലും പിതാക്കന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നൊന്ത് പ്രസവിച്ച അമ്മയ്ക്കറിയാം കുഞ്ഞിന്റെ വേദന എന്താണ്. ആ ഹൃദയത്തിൽ നകത്തുനിന്ന് വരുന്ന കരച്ചിലുണ്ടല്ലോ, അതിനെ ദൈവം ഒരിക്കലും മറികടക്കത്തില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ കർത്താവിന്റെ പേരിലായിരുന്നു. ഞങ്ങളെ 3 പേരെയും പിശാച് ആക്രമിച്ചു പല രീതിയിൽ. ഞങ്ങളുടെ ഒരു സഹോദരനൊന്നും സ്വർഗത്തിലാണ്. ഞങ്ങൾ മറ്റു 2 പെൺകുട്ടികളെയും വളരെ പിശാച് ആക്രമിച്ച സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ദൈവം നന്മയ്ക്കാക്കി മാറ്റി തീർത്തു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ സ്ലൈഡ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. സോ ഈ ഒരു സ്ലൈഡ് നന്നായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ 3 സ്റ്റേജസാണ് ഉള്ളത്. ഇൻഫൻസി, ചൈൽഡ്ഹുഡ് ആൻഡ് ആഡോളസൻസ്. നമ്മൾ പറയും ശൈശവം, പിന്നെ ചൈൽഡ്ഹുഡിനെ ബാല്യം, കൗമാരം. 100 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശൈശവം എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ബാല്യം ഉണ്ടായിരുന്നു. കൗമാരം എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കാനേ ഇല്ലായിരുന്നു. ടീനേജർ എന്നുള്ള ഒരു കാര്യം 100-200 വർഷങ്ങൾക്ക് മുന്നേ ആരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കുഞ്ഞ് വളരുന്നു, പക്വതയാവുന്നു, ഒരാൾ ടൈം മാറുന്നു. പക്ഷേ ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ 1970s ഈ കൗമാരം എന്ന് പറയുന്ന ഒരു ഫേസ് വരാൻ തുടങ്ങിയത്. അതെങ്ങനെ സംഭവിച്ചു? ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നു വീഴുമ്പോൾ ആ കുഞ്ഞിന് വളരെ അറ്റാച്ച്മെന്റ് ആവശ്യമാണ്. അറ്റാച്ച്മെന്റ് നമുക്കെല്ലാം വേണം. മനുഷ്യൻ്റെ ഒരു നീഡാണ് അറ്റാച്ച്മെന്റ് ആൻഡ് ഇൻറ്റിമസി എന്ന് പറയുന്നത്.
പക്ഷേ ഇൻഫൻസിയിലും ചൈൽഡ്ഹുഡിലും ഒരു കുഞ്ഞിൻ്റെ സോളിഡ് ഫൗണ്ടേഷൻ, ഒരു സെക്യൂർ ബേസ്, ഈ ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ അവർക്ക് മനസ്സിനകത്തൊരു ധൈര്യം നൽകുന്ന ഒരു സെക്യൂർ ബേസാണ് അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. പൊക്കിൾ കൂടി മുറിച്ച് കഴിഞ്ഞ തന്നെ പുറത്തു വരുന്ന കുഞ്ഞെ അമ്മയുടെ പാല് കുടിച്ച് അമ്മയോട് ചേർന്ന് നിന്ന്, നിങ്ങൾക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്ന പ്രായമാകുമ്പോൾ അമ്മയെ ഇങ്ങനെ കാലെ കെട്ടിപ്പിടിച്ച് നിൽക്കും, എന്നിട്ട് ഓടിപ്പോയി എന്തെങ്കിലും ഒന്ന് തറയുന്ന വല്ലതും എടുത്തോണ്ട് വരും, എടുത്തിട്ട് തിരിച്ചു വന്ന് അമ്മയെ ഒന്നുകൂടെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പിന്നെയും പോയി വേറെ എന്തെങ്കിലും ചെയ്യും, എന്നിട്ട് പിന്നെയും പോയി അമ്മയെ ഒന്നുകൂടെ കെട്ടിപ്പിടിക്കും, പിന്നെ ഓടിപ്പോയി വല്ലതും എടുത്തിട്ട് വരും. അപ്പോൾ കുഞ്ഞ് അമ്മ അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അമ്മ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സോ നമ്മുടെ ചുറ്റുമുള്ള വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ കുഞ്ഞുങ്ങൾക്കൊരു ധൈര്യം നൽകുന്നത് അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അമ്മ മാത്രമല്ല, കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഓൾട്ടർനേറ്റീവ് അറ്റാച്ച്മെൻറ്റ് ഫിഗേഴ്സും വന്നുകൊണ്ടിരിക്കും. അത് അതർ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. സോ അങ്ങനെ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 100 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് ദൃഢമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലെ ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, റാന്നിയിലോ കോട്ടയത്തോ ഒക്കെയുള്ള ഒരു പഞ്ചായത്തിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, പഞ്ചായത്തിനകത്തൊരു കുടുംബയോഗമുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ മുഖ്യമായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി ഫാമിലീസ് ഉണ്ട്, എല്ലാവർക്കും വീട്ടുപേരറിയാം, എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങൾ അന്യോന്യം അറിയാം. ഒരു വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും അറിയും. ആ വീട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വേറൊരാളെങ്കിലും ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഒരു ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബൗണ്ടറി ഇല്ലാത്ത ഒരു ബന്ധം വരുന്നത്. ഇപ്പം തന്നെ ആണെങ്കിലും നാട്ടിലൊക്കെ വിളിക്കാതെ പറയാതെയൊക്കെ ആൾക്കാർ കയറി വരും വീട്ടിൽ. ഇവിടെ ആണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞറിയിച്ചിട്ട് മാത്രമേ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരത്തുള്ളൂ. നമ്മുടെ വീട് എപ്പോഴും നമ്മൾ വളരെ ക്ലീനായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ സൂക്ഷിക്കും. നാട്ടിലാണെങ്കിലും ഒന്നും ആരും കെയർ ചെയ്യത്തില്ല. അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യ ബന്ധങ്ങൾക്ക് ഒത്തിരി വില കൊടുത്തിരുന്നു. പക്ഷേ എപ്പോഴോ നമ്മുടെ സൊസൈറ്റി ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് മാറി. നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ തുടങ്ങി. ചർച്ചകളൊക്കെ ആത്മാവിൻ്റെ സ്നേഹമൊക്കെ മാറിയിട്ട് പ്രോജക്റ്റായിട്ടും പ്രോഗ്രാമായിട്ടും ഒക്കെ മാറി. കുഞ്ഞുങ്ങൾ ചർച്ചയിൽ പോകുന്നത് തന്നെ വർഷിപ്പ് ലീഡ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആയിട്ടാണ്. സ്പോർട്സ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ വികസനത്തിന് പകരം ഒരു കോമ്പറ്റീഷനായിട്ട് മാറി. സ്കൂളിൽ പോകുന്നതോ ഗ്രേഡ്സും പിന്നെ എക്സാംസും അതിൻ്റെയൊക്കെ സ്ട്രെസ്സ് കുഞ്ഞുങ്ങളുടെ തലയിലാണ്. അത് മെയിൻലി, അല്ലാതെ അവർക്ക് അതിനകത്തൊന്നും വലിയ വ്യക്തിത്വ വികസനമൊന്നും സംഭവിക്കുന്നില്ല. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ ടീനേജേഴ്സിനോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയുന്ന ഏറ്റവും വലിയ കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൻസുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇല്ല. എല്ലാം ഞങ്ങളുടെ ഡാഡിയും മമ്മിയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ we don't have a good relationship with them. We wish if they were there for us more than they were available for us. പലപ്പോഴും നമ്മുടെ ബിസി ആയിട്ടുള്ള യാന്ത്രികമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അൺഇൻറ്റൻഷനലി നമ്മൾ കുഞ്ഞുങ്ങളെ അബാൻഡൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ആ സോളിഡ് ഫൗണ്ടേഷൻ അങ്ങ് നഷ്ടപ്പെടുക. അഡോളസൻസ് എന്ന് പറയുന്നത് ആ ബാല്യത്തിൽ നിന്ന് നമ്മുടെ അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പം ആ ട്രാൻസിഷൻ സമയത്ത് 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 3 ക്വസ്റ്റ്യൻസ് എല്ലാ കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1, ഹു ആം ഐ, ഞാൻ ആരാണ്. 2, ഡു ഐ മാറ്റർ, എനിക്ക് ഈ സമൂഹത്തിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. 3, വേർ ഡു ഐ ബിലോങ് ടു, എനിക്ക് ഫിറ്റിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്. ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കുന്ന സമയമാകുമ്പോഴാണ് അവർ ഒരു യഥാർത്ഥ അഡൾട്ടായിട്ട് മാറുന്നത്. സോ അതിനിടയ്ക്കുള്ള ഒരു ഫേസ് അവർക്ക് ആരാണെന്ന് അറിയത്തില്ല. ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ദെംസെൽവ്സ്, ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ഗുഡ് പീപ്പിൾ ടു or good community to belong to. So ആ ഒരു അഡോളസൻസ് അല്ലെങ്കിൽ ആഡോളസൻസ് എന്ന് പറയുന്ന ആ ഫേസ് അത് പ്രൊലോങ്ഡ് ആവുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ? ആ അസിമിലേഷൻ ഇൻ ടു ദ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വേഷൻ, ചൈൽഡിനകത്തുനിന്ന് അഡൾട്ടായിട്ട് മാറുന്ന ആ ഗ്രോത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റിൻ്റെ ആ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് അവിടെ വരുന്നതിന് കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് അവർ ലാക്ക് ഓഫ് ഗുഡ് ഫൗണ്ടേഷൻ, അറ്റാച്ച്മെൻറ്റ്, റിലേഷൻഷിപ്സ്. ദാറ്റ്സ് വാട്ട്സ് ദ മിസ്സിംഗ് ലിങ്ക് ഇസ്. അഡോളസൻസിൻ്റെ ഞാൻ അവിടെ എഴുതിയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് നിങ്ങൾ കണ്ടു കാണും. 11 through 15, 15 to 21 and 21 to 26, ഏർലി മിഡ് ആൻഡ് ലേറ്റ് ആഡോളസൻസ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് അറിയത്തില്ല. 21 to 26 year old ആർ സ്റ്റിൽ ആഡോളസൻസ്. അവർ കൗമാരപ്രായക്കാരാണോ? സൈക്കോളജി അനുസരിച്ച് അവർ ആ കൗമാരപ്രായത്തിലാണെന്നാണ് പറയുന്നത് പല കുഞ്ഞുങ്ങളും.
നിങ്ങൾക്കറിയാം ഒത്തിരി 21-year-olds 22-year-olds ഉണ്ട്, ഇപ്പോഴും ഒരു ജോലി ആയിട്ടില്ല. They don't know what to major in, they don't know what whether they should be part of church. അവർ വിത്ഡ്രോൺ ആവും ഒത്തിരി. അവർക്ക് അവരാരാണെന്ന് തന്നെ അറിയത്തില്ല, അവരുടെ ഒരു ലോകത്തിൽ അവർ അങ്ങ് ജീവിക്കുക. സോ പലപ്പോഴും അവരൊരു അണ്ടർഗ്രൗണ്ടിൽ അവർക്ക് അവരുടേതായിട്ടൊരു ലോകമുണ്ട്. അവർ വിശ്വസിക്കുന്നത്, അവർ ട്രസ്റ്റ് ചെയ്യുന്നത് അവരെ പോലുള്ള അവരുടെ ഫ്രണ്ട്സാണ്. അത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണോ? പലപ്പോഴും ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലതാനും. പക്ഷെ അവരിങ്ങനെ ലെയേഴ്സിനകത്ത് ജീവിക്കും. ചിലപ്പോൾ അവർ മുകളിലോട്ട് വന്ന് തലപൊക്കി കാണിക്കും. ചർച്ചിൽ വരുമ്പം അവർ നന്നായിട്ട് ആക്ട് ചെയ്യും. സ്കൂളിൽ പോകുമ്പോൾ അവർ വേറൊരു മുഖം കാണിക്കും. ആര് ഏത് സമൂഹത്തിലായിരിക്കുന്നു ആ സമൂഹവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവർ അവരുടെ മുഖം മാറ്റും. എന്ന് പറഞ്ഞാൽ പല ഐഡന്റിറ്റിയാണ് അവർക്കുള്ളത്. അവർക്ക് ട്രൂ ആയിട്ടുള്ളൊരു ഐഡന്റിറ്റി അവരുടെ അകത്തില്ല. അവരാരാണെന്ന് അവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇതൊരു പ്രോബ്ലം സമ്മറിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അബാൻഡൻമെന്റ് ബൈ അഡൾട്ട് സിസ്റ്റം ഒരു സൈഡിലുണ്ട്. ഡിസിൻറ്റഗ്രേറ്റഡ് ഫാമിലീസ് മൂലം ഒരു സോളിഡ് ഫൗണ്ടേഷൻ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദൈവവുമായിട്ടൊരു റിലേഷൻഷിപ്പ് അവർക്കില്ല. സൊസൈറ്റൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, സ്ട്രെസ് ഫ്രം ഔട്ട്സൈഡ്. പല കുഞ്ഞുങ്ങളും ഒരു സോളിറ്റ്യൂഡ് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം ടെക്നോളജിക്കൽ വേൾഡിൽ അവർ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ ബ്രെയിനൊക്കെ വയർ ചെയ്തിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് വേയിലാണ്. അവർക്കൊരു ഡീപ്പായിട്ടുള്ള ഒരു ലൈഫ് അവർക്കില്ല. നമ്മളൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനോ പഠിക്കാനോ ധ്യാനിക്കാനോ ഒന്നും പലപ്പോഴും അവർക്ക് അറിയത്തില്ല. അവരുടെ എസ്സേ ഒക്കെ വളരെ സൂപ്പർഫിഷ്യലാണ്. കോളേജ് പ്രൊഫസേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ A to B, B to C നമ്മൾ പഠിക്കുമ്പോൾ അവർ A to C ജമ്പ് ചെയ്യും, A to Dയും ജമ്പ് ചെയ്യും. ഒരേ സമയത്ത് അവരുടെ ബ്രെയിൻ ഒരു മൊസൈക്ക് പാറ്റേണിലാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് തന്നെ. അതിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വഷളത്തം നിറഞ്ഞ ലോകമാണ്. നോവയുടെയും ലോത്തിൻ്റെയൊക്കെ കാലം പോലെ നമ്മളൊരു എൻഡ് ടൈമിലാണ് ജീവിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസസ് അവരെ ബോദർ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇന്ത്യൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീഡ്ബാക്കാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നുള്ള ICPFൻ്റെ ഒരു ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അനോണിമസ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. 90 കുഞ്ഞുങ്ങൾ 11 through 14-year-olds തന്ന ഫീഡ്ബാക്കായത്. ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ, അവരുടെ സ്പിരിച്വൽ ലൈഫിൽ അവർക്കുള്ള ഹിൻഡ്രൻസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് 40% of the kids said they are addicted to technology. 14% said they were addicted to social media. Another 18% said they were addicted or they had self-image or identity issues. You can see everything listed there: depression, anxiety, pornography. Can you imagine our children are going through this? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്തോടെ കടന്നു പോകുന്നുണ്ടെന്ന് പലപ്പോഴും എസ്പെഷ്യലി യങ് പേരൻസിന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വെളുമ്പരുടെ മാത്രം പ്രശ്നമായിട്ടായിരുന്നു ഇതുവരെയൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ പല കാര്യങ്ങളും തുറന്ന് പേരൻസിനോട് പറയാനോ അഡൾട്ട്സിനോട് പറയാനോ കുഞ്ഞുങ്ങൾക്ക് ധൈര്യമില്ല. പക്ഷെ അവരുടെ ട്രൂ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള അവർ ഐഡന്റിഫൈ ചെയ്ത അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ കാണുന്നത് 2 ട്രയാങ്കിളാണ്. അതിനകത്ത് ആദ്യത്തെ ട്രയാങ്കിള് ശരിയായിട്ട് അപ്രൈറ്റ് ആയിട്ടുള്ള ട്രയാങ്കിള്. ആ ട്രയാങ്കിളിനകത്ത് അതിൻ്റെ ഏറ്റവും ബേസിൽ നമ്മൾ കാണുന്നുണ്ട് ഡിറ്റാച്ച്ഡ് ആൻഡ് അബാൻഡൻഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. അവർക്ക് അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോൾ there is no relationship, there is so much of societal influence, and then you see there is no support group or no community where they can belong to. When you go to the right hand side, that's the way the triangle should be. It's an inverted triangle. When you look at this, it's a shape of a V. ആ വീയുടെ ഷേപ്പിൻ്റെ അപ്പെക്സിൽ ഏറ്റവും താഴെ വന്നു കഴിയുമ്പോൾ ദർ ഇസ് നോ സ്പേസ്, റൈറ്റ്? അപ്പെക്സിന് 2 സൈഡും കൂടെ യോജിക്കുന്ന ഭാഗമാണ് അപ്പെക്സ് എന്ന് പറയുന്നത്. സോ അതാണ് ഒരു കുഞ്ഞിൻ്റെ ഇൻഫൻസിക്ക് ആ കുഞ്ഞിനെ സ്വയമായിട്ട് ഒരു കാര്യവും തീരുമാനിക്കാൻ കഴിയത്തില്ല. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ പേരൻസാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ, ചില ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. എന്ത് ഫുഡാണ് കഴിക്കേണ്ടതെന്ന് ഉള്ളൊരു ഡിസിഷൻ ചിലപ്പോൾ എടുക്കാൻ കുഞ്ഞിന് അതിനുള്ളൊരു കഴിവുണ്ട്. കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ they are able to do a little bit more of decision making. They are more independent. Completed adult ആയി കഴിയുമ്പോൾ they are fully flourished and they are ready to live by their own. That's the way the development should be. So why it is not happening? നമുക്കറിയാം ആ ശരിയായിട്ടുള്ള ഡെവലപ്മെന്റ് വരണമെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡ് ടു പ്രൊവൈഡ് ഫോർ ദം. നമ്പർ 1 is a safe haven at home. ഒരു റെഫ്യൂജിങ് പ്ലേസ് ആയിരിക്കണം നമ്മുടെ വീടെന്ന് പറയുന്നത്. ചുറ്റിനും ഒത്തിരി സ്ട്രെസ്സസ് അവർക്കുള്ളപ്പോൾ, ചുറ്റിനും ഒത്തിരി സ്ട്രഗിൾസ് ഉള്ളപ്പോൾ ഭവനത്തിനകത്തായിരിക്കണം അവർക്കൊരു സമാധാനം കിട്ടുന്ന സ്ഥലം.
പേരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കണം, റിലേറ്റീവ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കണം, ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഭവനത്തിനകത്ത് വേണം. വൈകിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സമയം വേണം. കുഞ്ഞുങ്ങളെ പിന്നെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് അവരെന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ മാത്രമല്ല. We should take the time to teach them through life experiences. കുഞ്ഞുങ്ങളെ സമയം സ്പെൻഡ് ചെയ്ത് ക്രിയേറ്റീവായിട്ട് ലൈഫ് എക്സ്പീരിയൻസസ് കൂടി സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് ലൈഫ് ലെസൺസ് അവരെ പഠിപ്പിക്കാനൊക്കെ നമുക്ക് സമയം എടുക്കാനായിട്ട് പറ്റണം. ആ സേഫ് ഹേവനകത്താണ് ഒരു സെക്യൂർ ബേസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യുന്നത്. കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഫ്ലോർ പ്ലേ ഒരു 20-30 മിനിറ്റ് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് കളിക്കാൻ പറ്റുവാണെങ്കിൽ കുഞ്ഞ് ദാറ്റ് ബേബി ടേക്ക് ദ ലീഡ്, you let the baby win, you be the loser. അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞിനകത്ത് ഒരു സെൽഫ് എസ്റ്റീം നമ്മൾ ബിൽഡ് ചെയ്യുകയോ ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇതിനെ കുഞ്ഞുങ്ങൾക്ക് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ആ കുഞ്ഞിനെ പ്രൊവൈഡ് ചെയ്താലും അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, അമ്മയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല. അവരെ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ അവരോടുകൂടെ ചേർന്ന് ചെയ്യുമ്പോൾ ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു എംപതൈസ് വിത്ത് എ ചൈൽഡ്. സോ ഇന്റൻഷനലി നമുക്ക് അങ്ങനെ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് ചെറുപ്പത്തിലെ നമുക്ക് ആ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നെങ്കിൽ then the next phase is easier. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ ഏറ്റെടുക്കാൻ തുടങ്ങും. നമുക്ക് അവരുടെ ഉള്ളിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. So form a close relationship with them and focus on restoration of our own relationship and be a role model. Now, focus on transformation of the heart. പലപ്പോഴും നമ്മുടെ പേരന്റിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബിഹേവിയറൽ ഓറിയന്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ ആറ്റിറ്റ്യൂഡിനെ വഴക്ക് പറയും, അവർ ചെയ്ത കാര്യത്തെ പറഞ്ഞ് ശാസിക്കും. പക്ഷെ അതിൻ്റെ പുറകിലുള്ള അവരുടെ ഹൃദയത്തിനകത്തുള്ള തിങ്കിങ് എറർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാറില്ല. പിന്നെ ഷൂ റാക്കിൽ അടുക്കി വെക്കാൻ എന്നും മടി കാണിക്കുന്ന ഒരു കുഞ്ഞ് എന്നും നിങ്ങൾ അടിക്കുമോ അതിനെ? പക്ഷെ ദർ ഇസ് നോ ചേഞ്ച് ഹാപ്പനിങ്. കൂടുതൽ റിബലിയസ് ആവുക, ഇല്ല ഞാൻ ചെയ്യത്തില്ല, എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞ് റിബലിയസ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് എന്തുകൊണ്ട് ആ ഷൂ കുഞ്ഞ് റാക്കിൽ അടുക്കി വെക്കുന്നില്ല? ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ചിന്ത, ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഐ ഷുഡ് അവോയ്ഡ് വർക്ക് അറ്റ് എനി മീൻ എന്നുള്ള ഒരു ചിന്ത അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നെങ്കിൽ നോ മാറ്റർ ഹൗ മച്ച് യു പണിഷ് ദാറ്റ് ചൈൽഡ്, ദ ചൈൽഡ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ചേഞ്ച്ഡ്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ പുറകിൽ ഒരു ഇമോഷൻ ഉണ്ട്. ഒരു കുഞ്ഞ് ഡിപ്രസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് ആങ്കറായിട്ടായിരിക്കാം വെളിയിൽ വരുന്നത്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അതിനുള്ള ഡിപ്രഷനിൽ നിന്നാണ് അത് ആംഗ്രി ആയിട്ട് ഇറിറ്റബിൾ ആയിട്ട് പെരുമാറുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു മനസ്സ് നമുക്കില്ലാതെ ആ കുഞ്ഞിനെ അടിച്ചുകൊണ്ടിരുന്നാൽ the child is not going to be changed. ഓരോ കുഞ്ഞിൻ്റെയും നീഡ്സ് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈല് കുഞ്ഞിൻ്റെ നീഡിൻ്റെ അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിളായി കുഞ്ഞിൻ്റെ ലൈഫിലേക്ക് ഇറങ്ങി ചെന്ന് ഹാർട്ടിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. Lead them to Jesus. Bless them every day. Pray for them every day. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്ന് കണ്ടുപിടിച്ച് അവരോട് പറയണം, മമ്മി റിയലി ലൈക്ക് ദ വേ ദാറ്റ് യു ഡു ദിസ്, മമ്മി റിയലി ലൈക്ക് ദ വേ ദാറ്റ് യു പ്രേഡ് യെസ്റ്റർഡേ ഫോർ മീ, I'm thrilled by your love for God or something, whatever you can do, just open it up to them and tell them openly. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് ഉള്ളിൽ കീപ്പ് ചെയ്യുന്നവരാ. നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് വെളി സ്നേഹം കാണിക്കത്തില്ല ഇന്ത്യൻ പേരൻസ്, നമ്മളത് കീപ്പ് ചെയ്യുന്നവരാകത്തെ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് if we don't give that love, they will go and find from somewhere. Give them the sense of self-worth. ഉള്ളിൽ ഒരു സെൽഫ് വർത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ചിറക് വിടർത്തി പറക്കാനുള്ള ഒരു ധൈര്യം കിട്ടും. എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിലോ 100% എപ്പോഴൊക്കെ സമയം കിട്ടിയാലും നമ്മളൊരു ബിസിനസ് പേരൻ്റാണ്, നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല, നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എപ്പോഴും നമ്മൾ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ they will get more and more dry and depressed inside. അവർക്കൊന്നും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഇല്ലാതായിട്ട് വരും. പക്ഷേ അവരുടെ ഉള്ളിൽ നമുക്കൊരു സെൽഫ് വർത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ they will be encouraged to do better. And the third thing is connect them to a healthy community. ഏത് കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആവശ്യമാണ്. അവർക്ക് ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്ന റോൾ മോഡൽസ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് ആവശ്യമാണ്. നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൗലോസിന് ഒരു ബർന്നബാസ് ഉണ്ടായിരുന്നു, ഒരു സൈലാസ് ഉണ്ടായിരുന്നു, ഒരു തിമത്തി ഉണ്ടായിരുന്നു. ബർന്നബാസ് വാസ് എൻ ഓൾഡർ ബ്രദർ ഫോർ ഹിം. പൗലോസിനെ എൻകറേജ് ചെയ്യാനും ലീഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓൾഡർ ആയിട്ടുള്ള ഒരു ബ്രദറായിരുന്നു ബർന്നബാസ്. സൈലസിൻ്റെ കൂടെയാണ് പൗലോസ് തൻ്റെ ജീവിതം പങ്കുവെച്ചത്, തൻ്റെ മിനിസ്ട്രി പങ്കുവെച്ചത്, പാഷൻ പങ്കുവെച്ചത്, ബേർഡൻസ് പങ്കുവെച്ചത്. നല്ല ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു സൈലസ്. Timothy was a younger person that he
he can bring him into leadership അല്ലെങ്കിൽ തിമത്തിയുടെ ലൈഫിലേക്ക് പോർ ഔട്ട് ചെയ്യാനായിട്ട് ഒരു യങ്ങർ ബ്രദറും ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള റിലേഷൻഷിപ്പ് വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണം. പലപ്പോഴും അവരുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് ഗാർഡ് ചെയ്യാനായിട്ട് പറ്റണം, ബാഡ് ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് ഗാർഡ് ചെയ്യാൻ പറ്റണം. ബട്ട് നമുക്ക് എല്ലായ്പ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരുടെ ഹാർട്ടിനെ എങ്ങനെ ഗാർഡ് ചെയ്യണമെന്ന് നമുക്ക് അവരെ പഠിപ്പിക്കാനായിട്ടും പറ്റും. ഒരു ബാഡ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവൻ്റെ ലൈഫിൽ ഒരു സ്വഭാവത്തിലൊരു വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീഡ്ബാക്ക് കൊടുക്കാം. മോനെ, നീ ഇന്നലെ ആ പയ്യൻ്റെ കൂടെ പോയി കളിച്ചു, പക്ഷെ നീ എന്താ ഇന്ന് നിന്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം മമ്മി കാണുന്നുണ്ടല്ലോ, വാട്ട്സ് ഹാപ്പനിങ് ദർ? Openly create an open way of communication where they can open up to you. നമ്മളൊരു ഇൻറ്റിമിഡേറ്റിംഗ് അല്ലാത്ത രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് എംപതൈസ് ചെയ്ത് അവരെയും കൂടെ നമ്മൾ കൊളാബറേറ്റീവായിട്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നമ്മൾ പങ്കെടുപ്പിക്കുമ്പോൾ യു ആർ നോട്ട് എ കമാൻഡർ, യു ആർ നോട്ട് എ കൺട്രോളിംഗ് പേഴ്സൺ ദർ, ബട്ട് റാദർ യു ആർ എ കോച്ച്. അങ്ങനെയാണ് പലപ്പോഴും അവരുടെ ബ്രെയിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പോലും പറ്റുന്നത്. കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ ഏരിയ ഇറ്റ്സ് ഇൻ ദ ബോട്ടം പാർട്ട് ആൻഡ് ദാറ്റ്സ് developed before their judgment, which is in the frontal lobe. So പലപ്പോഴും നമ്മുടെ ടീനേജേഴ്സ് ഇമോഷണലി അവർ അൺകൺട്രോൾഡ് ആവാനുള്ള കാരണം it's because of that lag or delay in the development of their judgment up there. അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇമോഷൻസിനെ കോച്ച് ചെയ്ത് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് അവർക്ക് കൊടുത്ത് അവരെ പിടിച്ചിരുത്തി അവരുടെ മനസ്സിൽ കൂടെ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കി let them think through it. Every time you try to problem solve something in the middle of a tension, their judgment area is developing. See, ഇതൊക്കെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും വളർന്നോളൂ എന്ന് വെച്ച് പിന്നെ അവരെ ഒരു ടി വിയുടെ മുന്നിലോ എക്സ്ബോക്സിന് മുന്നിലോ ഇട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ they are not going to be developed. They have so much of stress and struggle from outside. This is the age, this is the time where parents have to spend more time with the kids and coach them more, help them to have that judgment and reasoning area in the brain fully developed until they are able to make decisions by their own. ആ ടീനേജ് ഇയേഴ്സിൽ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉള്ള സമയത്ത് നമുക്ക് അവർക്ക് വിസ്ഡം പകർന്നു കൊടുക്കാൻ, അവരെ കോച്ച് ചെയ്യാൻ, അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൺലി ബൈ ഗാഡ്സ് ഗ്രേസ്. നമ്മളിതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ നേരത്തെ കേട്ടതുപോലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ സോളിഡ് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും അവരെ പിശാച് ആക്രമിക്കുന്ന സമയങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് കർത്താവ് നോക്കുന്നത് ഇവിടെ ഒരു ഹന്ന ഉണ്ടോ, ഇവിടെ ഒരു ഇഖബോദ് ഉണ്ടോ, ഇവിടെ ഒരു മറിയുണ്ടോ, എനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വിശ്വസ്തയായിട്ട് ഒരു അമ്മയെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്കതായി തീരാനായിട്ട് കഴിയുമോ? നമുക്ക് യൂനിക്കയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തിമത്തിയിലെ ഉള്ള നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് കമന്റ് ചെയ്യുമ്പോൾ അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ തിമത്തിയുടെ അപ്പൻ ഒരു ഗ്രീക്ക് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം ദൈവത്തെ അറിയുന്ന ഒരാൾ പോലും അല്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ തന്നെ വിചാരിച്ചാൽ എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ ഭർത്താവും കൂടെ ചിന്തിക്കണ്ടേ, എൻ്റെ കുടുംബം കൂടെ ചിന്തിക്കണ്ടേ. നമ്മുടെ ഭർത്താക്കന്മാർ ഒരുപക്ഷെ ദൈവഭക്തരല്ലെങ്കിൽ തന്നെ, അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെ യുനിക്കിക്ക് ആ നിർവ്യാജ വിശ്വാസം തിമത്തിക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്കും അത് സാധിക്കും. നമ്മുടെ കർത്താവ് വിശ്വസ്തന്. ഒരുപക്ഷെ നിങ്ങളൊരു ഡ്രൈ ലാൻഡിലായിരിക്കാം, കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി ഭാരം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ഈ ഫേസിനകത്തുനിന്ന് നിങ്ങളെ അടുത്ത ഫേസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൂപ്പർ ബ്ലൂമിൻ്റെ അവസ്ഥ കൊണ്ടുവരുന്ന, തരിശു ഭൂമിയെ ഉണർത്തിയെടുക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വി ആർ പാർട്ട് ഓഫ് എ മിനിസ്ട്രി ഇഗ്നൈറ്റ്. ആ ഇഗ്നൈറ്റിനകത്ത് ഞങ്ങൾ ഫാമിലീസിൻ്റെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളെ മെൻറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ICP ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഭാരത്തോടെ ഈ ഫാമിലീസിന് വേണ്ടി ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഭാരത്തോടുകൂടി ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾ അതറിയുന്നതിനേക്കാട്ടിൽ കൂടുതൽ നീ അതറിയുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ നീ ഓരോരുത്തരെയും വിശ്വസ്തരെന്ന് കണ്ട് ഞങ്ങൾക്ക് ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യും കർത്താവെ. ഒരു ശത്രു അവരെ ആക്രമിക്കാതെ വേണം. ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ മറവിൽ അവർ ഓരോരുത്തരെയും മറക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധൈര്യം, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള
പരിജ്ഞാനം, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ കൃപ കർത്താവ്, ഞങ്ങളുടെ ഭവനങ്ങളിൽ ആവശ്യമായ സമാധാനം, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ആവശ്യമായ റെസ്റ്റോറേഷൻ, ഞങ്ങളുടെ ചർച്ചകളിൽ ആവശ്യമായ ദൈവാത്മാവിന്റെ ഒരു പകർച്ച നൽകി തന്നെ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന് ഞങ്ങളെ നനയ്ക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഡ്രൈ ലാൻഡിൽ ഞങ്ങൾക്ക് ഫ്രൂട്ട് നൽകി തരുന്ന കർത്താവ് നല്ല ദിവസങ്ങളെ ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു കർത്താവ്. അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. I bless each of these parents in the name of the Father, Son and the Holy Spirit. Thank you, Jesus, for giving us a blessed time. In Jesus' name I pray. Amen. Thank you so much.